നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ഒഡീഷയിൽ മിന്നലേറ്റ് 6 സ്ത്രീകളും 2 കുട്ടികളുമടക്കം 9 പേർ കൊല്ലപ്പെട്ടു. ഇന്നലെ ഒഡീഷയിൽ വിവിധ ജില്ലകളിൽ അനുഭവപ്പെട്ട കനത്ത മഴയിലാണ് സംഭവം. നിരവധി പേർക്ക് മിന്നലേറ്റ് പരിക്കേറ്റിട്ടുണ്ടെന്ന് അധികൃതർ വിശദമാക്കുന്നു. കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് ചില ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിരുന്നു. ഒരു കുടുംബത്തിലെ 3 സ്ത്രീകളാണ് മിന്നലേറ്റ് മരിച്ചത്. വയലിൽ ജോലി ചെയ്യുന്നതിനിടെ സമീപത്ത് തയ്യാറാക്കിയ താൽക്കാലിക ഷെഡിൽ കനത്ത മഴയിൽ അഭയം തേടിയവർക്കാണ് അത്യാഹിതം സംഭവിച്ചത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന 65-കാരൻ മിന്നൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ്. മിന്നലേറ്റ് സംസ്ഥാനത്തും ഒരു മരണം. ഇന്നലെ രാത്രി 10:45 മിന്നലേറ്റ കളമശ്ശേരിയിലുള്ള ലൈല എന്ന സ്ത്രീയാണ് മരിച്ചത്. വീട്ടിലേക്ക് കയറുന്നതിനായി കാറിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഇവർക്ക് മിന്നലേറ്റത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാൻ തൊടുത്തുവിട്ട 600-ലധികം ഡ്രോണുകൾ ഇന്ത്യ തകർത്തതായി പ്രതിരോധ വൃത്തങ്ങൾ പറഞ്ഞു. പാക് പ്രകോപന സാധ്യതകളെ മുൻകൂട്ടി കണ്ട് വ്യോമ പ്രതിരോധ രംഗത്ത് ഇന്ത്യ നടത്തിയ ദ്രുത നീക്കമാണ് ദൗത്യം വിജയകരമാക്കിയതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലെ വിദേശ പര്യടന സംഘത്തെ നയിക്കാൻ കോൺഗ്രസ് നേതാവ് ശശി തരൂർ. കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷണം തരൂർ സ്വീകരിച്ചു. US, UK എന്നിവിടങ്ങളിൽ ആയിരിക്കും തരൂർ ഉൾപ്പെടുന്ന സംഘത്തിൻ്റെ പര്യടനം നടക്കുക. പഹൽഗാം ആക്രമണം മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെയുള്ള കാര്യങ്ങൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് പാകിസ്ഥാനെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ദൗത്യം. ഈ മാസം 22 മുതൽ ജൂൺ പകുതി വരെയാണ് സംഘത്തിൻ്റെ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. ജമ്മു കാശ്മീരിൽ ഭീകരവിരുദ്ധ നടപടികൾ ശക്തമാക്കി സൈന്യം. കാശ്മീരിൽ ബുധൻ, വ്യാഴം ദിവസങ്ങളിലായി 2 സുപ്രധാന ഓപ്പറേഷനുകളാണ് സൈന്യം വിജയകരമായി പൂർത്തിയാക്കിയത്. 6 ഭീകരരെ വധിക്കുകയും വാർത്താ സമ്മേളനത്തിൽ GOC വിക്ടർ ഫോഴ്സ് മേജർ ജനറൽ ധനഞ്ജയ് ജോഷിയാണ് ഇക്കാര്യം അറിയിച്ചത്. ബ്രഹ്മോസ് മിസൈൽ ആക്രമണത്തിൽ പാക് വ്യോമത്താവളം തകർന്നെന്ന് സമ്മതിച്ച് പാക് മുൻ എയർ മാർഷൽ ബൊലാരി എയർബേസിലെ ആക്രമണത്തിൽ റഡാർ സംവിധാനമടക്കമുള്ള എയർക്രാഫ്റ്റ് തകർന്നുവെന്ന് പാക് മുൻ എയർ മാർഷൽ മസൂദി അക്തർ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന് ഈ വർഷം കടമെടുക്കാവുന്ന തുകയിൽ നിന്ന് ഒറ്റയടിക്ക് 3300 കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറച്ചുവെന്ന് റിപ്പോർട്ടുകൾ. ഈ വർഷം ഡിസംബർ വരെ കടമെടുക്കാവുന്ന തുക 29,529 കോടി രൂപയാണെന്ന് കേന്ദ്രം അറിയിച്ചു. വിവിധ സ്ഥാപനങ്ങളുടെ വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നിൽക്കുന്നതിനുള്ള റിഡംഷൻ ഫണ്ട് രൂപീകരിച്ചില്ലെന്ന കാരണം പറഞ്ഞാണ് ഈ വെട്ടിക്കുറക്കൽ. ഫണ്ട് രൂപീകരിച്ച് അതിലേക്ക് 600 കോടി രൂപ നിക്ഷേപിച്ചാലേ 3300 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകൂ എന്നാണ് സൂചന. സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം 1 ട്രില്യൺ രൂപയിലേക്ക് എത്തുകയാണെന്നും എന്നാൽ അത് സംസ്ഥാന സർക്കാർ നികുതികൾ വർദ്ധിപ്പിച്ചുകൊണ്ടല്ലെന്നും ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. നികുതികൾ വർദ്ധിപ്പിക്കാതെ സംസ്ഥാനത്തെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ വർദ്ധിപ്പിച്ചും കൃത്യമായ നികുതി പിരിവ് നടത്തിയുമാണ് സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനം വർദ്ധിപ്പിച്ചതെന്നും ധനമന്ത്രി പറഞ്ഞു. റോഡുകൾ എന്നതിനപ്പുറം സമൂഹങ്ങളെ ബന്ധിപ്പിക്കുന്ന, വികസനം വളർത്തുന്ന, കൂടുതൽ ഊർജ്ജസ്വലരായ ഭാവിയിലേക്ക് വഴിയൊരുക്കുന്ന ജീവരേഖകളെന്ന നിലയിലാണ് സംസ്ഥാന സർക്കാർ പുതിയ കാലത്ത് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നതെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. കേരളത്തിലെ 14 ജില്ലകളിലായി പൊതുമരാമത്ത് വകുപ്പ് നടത്തിയ വിവിധ റോഡുകളുടെയും തിരുവനന്തപുരം നഗരത്തിൽ കേരള റോഡ് ഫണ്ട് ബോർഡ് പൂർത്തീകരിച്ച 12 സ്മാർട്ട് റോഡുകളുടെയും ഉദ്ഘാടനം തിരുവനന്തപുരം മാനവീയം വീതിയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടകനായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നതിൻ്റെ കാരണം വ്യക്തമല്ല. അതേസമയം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ടിയിരുന്ന എല്ലാ പരിപാടികളും റദ്ദാക്കിയതായും വിവരമുണ്ട്. ഇന്ത്യൻ സേനയ്ക്കായി പ്രതിരോധ ബജറ്റിൽ 50,000 കോടി രൂപ കൂടി വർദ്ധിപ്പിക്കാൻ തീരുമാനം. പുതിയ ആയുധങ്ങൾ വാങ്ങാനും സൈനിക രംഗത്തെ ഗവേഷണത്തിനുമായിരിക്കും പണം അനുവദിക്കുക. ഇതോടെ പ്രതിരോധ ബജറ്റ് 7 ലക്ഷം കോടി രൂപ കടക്കും. ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ സായുധ സേനയ്ക്കായി 6.81 ലക്ഷം കോടി രൂപ നീക്കിവച്ചിരുന്നു. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ അധിക തുക അനുവദിക്കാൻ അനുമതി തേടും. പാകിസ്ഥാന്റെ പിന്തുണയോടെയുള്ള തീവ്രവാദത്തെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ തുറന്നുകാട്ടാൻ വിവിധ രാജ്യങ്ങളിലേക്ക് MP മാരുടെ സംഘത്തെ അയക്കാൻ
കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിലെ പാക് ബന്ധം, ഓപ്പറേഷൻ സിന്ദൂർ എന്നിവ വിശദീകരിക്കും. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രതിനിധികൾ അടങ്ങുന്നതാകും സംഘം. ജമ്മു കാശ്മീരിലെ ചൈനാബ് നദിയിലെ ജലവൈദ്യുത പദ്ധതികളുടെ ഭാഗമായ സലാൽ, ബഗ്ലിഹാൾ അണക്കെട്ടുകളിലെ ഐക്കൺ നീക്കൽ നടപടിയുമായി ഇന്ത്യ മുന്നോട്ട്. ഐക്കൺ നീക്കുന്നത് മാസം തോറും നടത്താൻ ഇന്ത്യ നടപടികൾ തുടങ്ങിയതായാണ് റിപ്പോർട്ട്. ഇക്കാര്യത്തിൽ പാകിസ്ഥാന്റെ എതിർപ്പ് ഇനി കണക്കിലെടുക്കില്ല. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്താനിരിക്കുന്ന പണിമുടക്കിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാർ പങ്കെടുക്കുന്നതിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി. സർക്കാർ ജീവനക്കാർ പണിമുടക്കുന്നതിനെതിരായ ഹൈക്കോടതി വിധി ലംഘിച്ചാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ പണിമുടക്കെന്നാണ് പരാതി. കോൺഗ്രസ് പതാക SFI കത്തിച്ചെന്ന് ആരോപിച്ച് കണ്ണൂർ പാനൂരിൽ കോൺഗ്രസിന്റെ പോലീസ് സ്റ്റേഷൻ ഉപരോധം. മലപ്പട്ടത്തെ സംഘർഷത്തിൽ പ്രതിഷേധിച്ച് വൈകിട്ട് SFI നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെ കോൺഗ്രസ് ബ്ലോക്ക് ഓഫീസിൽ കയറി കൊടികൾ എടുത്തുകൊണ്ടുപോയി കത്തിച്ചെന്നാണ് ആരോപണം. പോലീസ് സ്ഥലത്തെത്തിയിട്ടും നടപടി സ്വീകരിക്കാത്തതിലായിരുന്നു പ്രതിഷേധം. KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റുന്ന കാര്യം ചർച്ച ചെയ്തില്ലെന്നും K. സുധാകരന്റെ വാദം തള്ളി ഹൈക്കമാൻഡ്. അധ്യക്ഷ പദവിയിലെ മാറ്റം സംബന്ധിച്ച് 2 തവണ സുധാകരനുമായി സംസാരിച്ചെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം അറിയിച്ചു. ദീപാദാസ് മുൻഷി റിപ്പോർട്ട് തയ്യാറാക്കിയത് സംസ്ഥാന നേതാക്കളെ കേട്ട ശേഷമാണെന്നും സുധാകരൻ സജീവമല്ലെന്നും അനാരോഗ്യമുണ്ടെന്നും ദീപയെ ധരിപ്പിച്ചത് സംസ്ഥാന നേതാക്കളാണെന്നും ഹൈക്കമാൻഡ് വൃത്തങ്ങൾ പറയുന്നു. തെരഞ്ഞെടുപ്പ് വർഷമാണ് മുന്നിലുള്ളതെന്ന് ഓർമ്മിക്കണമെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. അധ്യക്ഷ പദവിയിലെ K. സുധാകരന്റെ അതൃപ്തിയും KPCCയിലെ പുനഃസംഘടനയിലെ കോൺഗ്രസ് നേതാക്കളെ അതൃപ്തിയുമായും ബന്ധപ്പെട്ട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പത്തനംതിട്ട കോന്നിയിൽ കാട്ടാന ചെരിഞ്ഞ സംഭവത്തിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചയാളെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും ബലമായി ഇറക്കിക്കൊണ്ടുപോയ സംഭവത്തിൽ വീഴ്ച പറ്റിയത് MLAക്കെന്ന് അന്വേഷണ റിപ്പോർട്ട്. ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ തയ്യാറാക്കിയ റിപ്പോർട്ട് വനം മന്ത്രിക്ക് കൈമാറി. MLAയുടേത് അപക്വമായ പെരുമാറ്റമെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയില്ലെന്നും റിപ്പോർട്ടുണ്ട്. സംസ്ഥാനത്ത് പ്രാക്ടീസ് ചെയ്യാൻ യോഗ്യതയില്ലാത്ത അഭിഭാഷകരുടെ പട്ടിക പുറത്തുവിട്ട് ബാർ കൗൺസിൽ ഓഫ് കേരള. അഖിലേന്ത്യാ ബാർ പരീക്ഷ പാസ്സാവാത്ത കേരളത്തിലെ അഭിഭാഷകരുടെ പട്ടികയാണ് പുറത്തുവിടുന്നത്. 1157 അഭിഭാഷകർ പ്രാക്ടീസ് ചെയ്യാൻ പൂർണ്ണ യോഗ്യരല്ലെന്നാണ് ബാർ കൗൺസിൽ വ്യക്തമാക്കുന്നത്. ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച പ്രതി അഡ്വക്കേറ്റ് ബെയ്ലിൻദാസ് റിമാൻഡിൽ. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയാണ് ബെയ്ലിൻദാസിനെ ഈ മാസം 27 വരെ റിമാൻഡ് ചെയ്തത്. ബെയ്ലിൻദാസിന്റെ ജാമ്യ ഹർജിയിൽ വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റി. ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ഗൗരവമായ കുറ്റകൃത്യമാണ് ബെയ്ലിൻദാസ് നടത്തിയിരിക്കുന്നതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. സംസ്ഥാനത്ത് മഴക്കാല പൂർവ്വ മുന്നൊരുക്കം അടിയന്തരമായി പൂർത്തീകരിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം മഴക്കാലം മുൻനിർത്തി നടത്തിയ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തി. മെയ് 20-നകം ജില്ലാതലത്തിൽ യോഗം ചേർന്ന് മഴക്കാല ദുരന്ത സാധ്യതകളെ നേരിടാൻ പ്രാദേശിക കർമ്മസമിതി പദ്ധതി തയ്യാറാക്കണമെന്നാണ് നിർദ്ദേശം. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.